പല പെൺപിള്ളേരും പറഞ്ഞു കേൾക്കാം ഇങ്ങനെ ഇമോഷണലി അവൈലബിൾ അല്ലാത്ത ആണുങ്ങളെ പറ്റി. ആണുങ്ങളാരും അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നൊന്നുമില്ല. അതെന്താ അങ്ങനെ? ആണുങ്ങൾക്ക് ഇമോഷണൽ പ്രശ്നങ്ങളില്ലേ? ഞാൻ ആലോചിച്ചപ്പോൾ എന്നാണെന്നറിയാം, ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒരാൾ കൂടെ വന്നിരുന്ന് കൊണയടിക്കുന്നതിനും നല്ലത് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കുന്നതായിരിക്കും. കാരണം ഈ പറയുന്ന ആൾക്കാർക്ക് സംഭവത്തെപ്പറ്റി കൃത്യമായിട്ട് അറിയണമെന്നുമില്ല, ഈ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഡീൽ ചെയ്യണമെന്ന് അറിയാനും പാടില്ല. ആ സ്ഥിതിക്ക് ഒരാൾ വന്ന് കൂടിരുന്ന് മണ്ടത്തരങ്ങളൊക്കെ കേട്ട് നമുക്ക് ഭ്രാന്താകത്തില്ലേ? ഈ വിവരക്കേടൊക്കെ പറയുന്ന ഒരാൾ വന്ന് ഇമോഷണലി അവൈലബിൾ ആയാൽ. ആരാത് കുറയ്ക്കുന്ന ആൾക്കാരോ? അറിയാത്ത ആൾക്കാരെ പക്ഷേ ഇവൻ്റെ മോന്ത കണ്ടിട്ടാ. ഓയ് എന്തോ വാ, ഇവരാണോ കുറയ്ക്കാറ്? നീയാണോ കുറയ്ക്കുന്ന ആളുകളത്തെ? ഇതിനാണോ കുറച്ചത്? പേടിച്ച് കുറച്ചാണോ? പിന്നെ മോന്ത കണ്ടോ? അങ്ങനെ മരുന്നൊന്നും ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഒരു ഗുളിക പറഞ്ഞു തന്നിട്ടുണ്ട്, അത് മേടിച്ച് കൊടുത്തു നോക്കും. നടന്നു ഇമോഷണലി കുറച്ച് അവൈലബിൾ ആയേക്കാം. പിന്നെ ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ അറിയാം. ചില പ്രശ്നങ്ങൾ കണ്ടാൽ മനസ്സിലാവും, കേട്ടാൽ മനസ്സിലാവും. അങ്ങനെയുള്ളവരുടെ അടുത്താണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എനിക്ക് ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ പല പ്രശ്നങ്ങളും കേട്ടിരിക്കാനും മനസ്സിലാക്കാനും അതിന് പറ്റിയ രീതിയിൽ ചില സൊല്യൂഷൻസ് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലിസണർ അജു എന്നൊക്കെ പറഞ്ഞ ഇത് പ്രൊഫൈല് ഇൻസ്റ്റയിലുണ്ട്. അതിനകത്ത് ലിസണർ അജു ആൻഡ് എൻ്റെ ഫ്രണ്ട് എന്നൊരു പരിപാടിയുണ്ട്. എൻ്റെ ഫ്രണ്ട് ആദ്യം പ്രൊഫൈൽ തുടങ്ങിയ ആൾ ഞാനായിരിക്കും, പക്ഷേ ഇപ്പോൾ കുറേ പേര് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ബോയ് ഫ്രണ്ടൊക്കെ ആയിട്ടുണ്ട്. ബോയ് ഫ്രണ്ടൊക്കെ ആകുന്നത് ഇത് സെയിം പരിപാടിയൊക്കെ തന്നെ, കൂടെ ഒരു കമ്പാനിയൻ അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയാണ് ഉദ്ദേശിച്ചത്. പിന്നെ കൂടുതൽ ഇത്തിരി പ്രശ്നമൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു രസമാണ്. ചുമ്മാ കറങ്ങി നടക്കണമെങ്കിലും അതൊരു ഭയങ്കര സാധനമാണ്. അത്രയും അങ്ങോട്ടാവാൻ പറ്റത്തില്ല, എന്നാലും അങ്ങനെ ഒരു പ്രൊഫൈലൊക്കെ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഈ വക കാര്യങ്ങൾ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോഴേ പലരും പറയുന്നത് ശരിയാവുന്നില്ല. പിതൃബലി എന്നൊക്കെ പറഞ്ഞ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ പൂക്കളൊക്കെ വെച്ചിട്ട് എന്തോ അമ്പലത്തിൽ പോക്കോ എന്നൊക്കെ പരിപാടി എന്തോന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിതൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതിനെപ്പറ്റി അന്വേഷിക്കാറൊന്നുമില്ല. ഇതെന്താ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, പിന്നെ അതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. ചീമന്താരം തുളസിരിച്ചകമാലകൾ ചാർത്തിയുരുവായൂരപ്പ നിന്നെ കണി കാണണം. ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഈ ചെടി ഇതെന്തോ ആ ചെടിയുടെ പേര് ഞാൻ മറന്നുപോയി. ഈ പൂ കണ്ടോ? ഇത് നട്ട് വളർത്തിയാൽ ഭയങ്കര പൈസ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നടപ്പുണ്ട്. ഈ ചെടി നട്ടാൽ മതി, പൈസ വരും. അങ്ങനെ കുറേ പേര്. ഇതിങ്ങനെ വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റത്തില്ല, നേരിട്ട് നോക്കി ഇങ്ങനെ മിന്നുന്നൊന്നും കാണാൻ പറ്റത്തില്ല. ഇതെന്തിനീ മിന്നുന്ന വീഡിയോയ്ക്കകത്ത് മിന്നി കാണിക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അല്ല വീഡിയോ എടുക്കും മിന്നുന്ന നേരെ കണ്ട ഇങ്ങനല്ല. ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് പട്ടിയാണെന്ന് തോന്നുന്നു. പൂച്ചയ്ക്കൊന്നും അത്ര ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനത്തെ ഇമോഷണൽ സപ്പോർട്ട് ആനിമൽസിനെയൊക്കെ മേടിച്ച് പെൺകുട്ടികൾ വളർത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അത്രയും സമയം ഈ പറഞ്ഞ പോലെ ആ അൺഅവൈലബിളായിട്ടുള്ള ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കാരണം ഇമോഷണൽ പ്രശ്നങ്ങളെന്ന് പറയുന്നത് അതൊരു പ്രശ്നമാണ്, അതൊരു ഡിസോർഡറാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒന്നെങ്കിൽ ചികിത്സയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൗൺസിലിംഗ് പോലത്തെ പരിപാടിയൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. അല്ലാതെ
അത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒന്നും അങ്ങനെ തല കയറ്റിയെടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന സാധനമൊന്നും അല്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ പല പെൺപിള്ളേരും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇതെങ്ങോട്ട് പറക്കുമെന്ന് അറിയാൻ പറ്റാത്തൊരു ടൈപ്പ് ചിത്രശലഭമാണ്. ഈ വെള്ളം ഇത് സ്ഥിരം പാർട്ടി എല്ലായിടത്തും ഉണ്ടാവും. വെറുതെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് പറക്കും. ഇത് ചിത്രശലഭം മൊത്തത്തിൽ ഇച്ചിരി ഇടയ്ക്ക് പറക്കല. തുമ്പിയൊക്കെയാണ് ഒരു ഇതുണ്ട്, വല്ലാത്തൊരു പറക്കല. അതെന്തിനാ പറക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും? അതിനൊരു ലക്ഷ്യം വെച്ച് പറന്നുകൂടെ? ഉണ്ട്, നേരത്തെ ഇത് ഒത്തിരി ഉണ്ടാകുന്നു, ഇപ്പം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഗ്രാമാന്തരീക്ഷങ്ങളിൽ മാത്രമേ ഇപ്പോൾ ഇവരെ കാണാറുള്ളൂ. സിറ്റീസിനൊക്കെ അങ്ങനെ സാധ്യത കുറവാണ്. ഓണമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഓണത്തുമ്പിന്ന് സാധനം വരും. ഓട്ടെ, വേറെ ഒരാൾ, അയാളുടെ ഫ്രണ്ടാന്ന് തോന്നുന്നു, ഇപ്പുറത്തെ സൈഡിൽ, റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ അയാൾ, ഇപ്പുറത്തെ സൈഡിൽ ഇയാൾ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ പല എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയാന്ന് തോന്നുന്നു. എന്താ ഇവിടെ ഒരാളെ പറഞ്ഞു കാണാം, ക്യാമറ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ ഈ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? അവരവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റാതെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യണം. അയാളില്ലാതെ ഇത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം വല്ലവനും തലയ്ക്ക് വെച്ചിട്ട് അതിനെ കുറ്റവും കൂടെ പറയണം. അതൊരു പ്രശ്നമാണ്. ഇയാൾക്ക് അവൈലബിൾ ആവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ സാധനം മാനേജ് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ അതിനെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? കുറ്റം പറച്ചിലാണ് അസുഖം. പോയോ? ഇവിടെ ഒരു സാധനമുണ്ട്, ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ഇനി അത് ആ കൊല മൊത്തം പുള്ളി കുടിക്കും. ആൾക്കാർ അതിൽ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എല്ലാവരും. പൂവന്മാരൊക്കെ ഇങ്ങനെ കിടക്കോഴികളൊക്കെ ചുറ്റിപ്പറ്റി കറങ്ങി നിൽപ്പുണ്ട്. എഴുന്നേറ്റ പാടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് കാണും. ഇവർക്ക് മിനിറ്റിന് കൊത്തി ചവിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ. ഊക്കണേ വാന്ന് വിളിച്ച കേട്ടില്ലേ? ഊക്കണേ വാ ഇന്ന് അപ്പുറത്തേക്കുന്നതിനൊക്കെ കഴിഞ്ഞ് ഇനി വേറെ പുറത്തുനിന്ന് വിളിക്കുക പുള്ളി. ഊക്കണേ വരാ, ഊക്കണേ വാ. ഈ പൂവാണ് ഈ കായാവുന്നത്. ഈ കായില്ലേ, അതിന് ഈ പൂവാകാൻ പറ്റത്തില്ല. ഇനി അതാണ് നമ്മളീ പറയുന്ന. ആ കായനെ പൂവാക്കാൻ പറ്റിയാൽ ഒരു കിളവനെ കുഞ്ഞാവയാക്കാൻ പറ്റും. ആ വെള്ള അതിനകത്തൊരു മഞ്ഞ, അതവിടെയാ തേൻ. നമുക്ക് അതിനകത്തോട്ട് കയറി ചെന്ന് തേൻ കുടിക്കാൻ തോന്നുന്നുണ്ടോ? ഉറുമ്പുകൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുന്നുണ്ടോ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ പരിപാടി ഇവിടെ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയേക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും വിഷയമായേനെ. എല്ലാ ടീമും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അവിടെ വെളിച്ചം കുറച്ച് കൂടുതൽ വീഴുന്നുണ്ട്, അതാണ് നോക്കട്ടെ. വലിയ കാര്യമൊന്നുമില്ല. ഇത് കൊള്ളാം അല്ലേ, രസമുണ്ട് കാണാൻ. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഈ ചെടിയുടെ ഒന്നും. ഉണ്ടോ മഞ്ഞ ഇങ്ങനെ, അതിന് നടുക്ക് ചുമപ്പ്. ആ ചുമപ്പിലോട്ടാണ് കയറി ചെല്ലണ്ടേ തേൻ കുടിക്കാൻ. മനസ്സിലായോ? ആ പൂവിൻ്റെ എവിടെയാണ് തേൻ കുടിക്കേണ്ടതെന്ന് മനസ്സിലായോ? അവിടെയാണ് നേരത്തെ കണ്ട ബട്ടർഫ്ലൈ വന്ന് തേൻ കുടിക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇനി ചൊറുകണം എന്ന് പറയും. ഇതിൻ്റെ എല്ലാം മുട്ടിയെ ചൊറിയും. ഇത് ചെറുത് വള്ളിച്ചൊറുകണമുണ്ട്, അതാണ് കിടിലൻ.
അതങ്ങനെ എന്താണെന്ന് വേണ്ടി ചൊറിഞ്ഞ് പൊള്ളും. ഇത് കൊണ്ട് ചൊറിഞ്ഞ ഉടനെ എന്തുകൊണ്ട് ഇപ്പുറത്ത് വയ്ക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയെന്ന് സാധനമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പച്ചയെന്നൊക്കെയാണ് പറയുന്നത്, അതിന് ശരിക്കും പേരൊന്നും എനിക്കറിയത്തില്ല. ഇതെടുത്ത് തേച്ചാൽ മതി, ചൊറിച്ചിലൊക്കെ മാറും. ചവിട്ടല്ലേ, കണ്ടോ ചവിട്ടി. നമ്മുടെ ആൾക്കാരാ, കമ്പനിക്കാരൊന്ന് അവിടെ കേട്ടോ, എല്ലാവരും ഉണ്ടല്ലേ ഇവിടെ. അടുത്താണ് വരും. മതി 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 മതി.